എറണാകുളം കളമശ്ശേരിയിലെ സൂരജ് ലാമയുടെ ദുരൂഹ മരണത്തിൽ നിർണായക നീക്കവുമായി ഹൈക്കോടതി. സൂരജ് ലാമയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. സൂരജ് ലാമ ഇന്ത്യയിലെത്തിയത് മുതൽ മൃതദേഹം കണ്ടെത്തിയത് വരെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സൂരജ് ലാമയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാം. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമല്ല, അതുകൊണ്ട് കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് നിർദ്ദേശിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. സൂരജ് ലാമ ഇന്ത്യയിലെത്തിയത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് പ്രത്യേക സംഘത്തിന് അന്വേഷിക്കേണ്ടി വരിക. പാസ്പോർട്ട് മാത്രം കയ്യിലുള്ള ഓർമ്മക്കുറവുള്ള ഭാഷയറിയാത്ത ലാമ എങ്ങനെ ഇമിഗ്രേഷൻ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് പുറത്തിറങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂരജ് ലാമ എങ്ങനെ കാണാതായി എന്നും. കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് നെടുമ്പാശ്ശേരി SHOയെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടും അത് കോടതിയിൽ എത്തിക്കാത്തതിൽ കോടതി പോലീസിനെ ശാസിച്ചു. ലാമ എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ലെന്നും അതൊരു കൊലപാതകമായിക്കൂടെയെന്നും കോടതി ചോദിച്ചു. ഇതൊക്കെ ലോകം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും പോലീസിനെ ഓർമ്മിപ്പിച്ചു. മദ്യദുരന്തത്തിന് പിന്നാലെ ഓർമ്മശക്തി നഷ്ടമായ സൂരജ് ലാമയെ തേടി കുടുംബം കേരളത്തിലെത്തിയപ്പോഴാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ ബംഗളൂരുവിന് പകരം കൊച്ചിയിലേക്കാണ് അധികൃതർ കയറ്റിവിട്ടത്. ഒക്ടോബർ 5-ന് കൊച്ചിയിലെത്തിയ ലാമ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിൽ കയറുകയും തുടർന്ന് പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നാണ് സൂരജ് ലാമയെ കാണാതാകുന്നതും പിന്നീട് 1.5 മാസത്തിന് ശേഷം മൃതദേഹം കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതും. DNA പരിശോധനയിലാണ് കളമശ്ശേരി HMTക്ക് സമീപം അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് മലയാളം, കൊച്ചി.